കന്നാടുകാതൻ ഹെറിറ്റേജ് ഹോം ചെട്ടിനാട് പാലസിലെ 1000 ജനവാതിലുള്ള ഒരു കൊട്ടാരം. ഇത് ശിവഗംഗ ജില്ലയിൽ തമിഴ്നാട്ടിൽ നമ്മുടെ ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കന്നാടുകാതൻ എന്ന സ്ഥലത്ത് വളരെ വലുതാണ്. ടിപ്പിക്കൽ ചെട്ടിനാട് സ്റ്റൈൽ തന്നെ. 1912 ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഡോക്ടർ രാജാ സാർ അണ്ണാമലൈ ചെട്ടിയാരാണ്. തമിഴ്നാട് ട്രഡീഷനും യൂറോപ്യൻ ഇൻഫ്ലുവൻസിൻ്റെയൊക്കെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു 7 years എടുത്തു ഇത് കംപ്ലീറ്റ് ചെയ്യാൻ. 8000 സംതിങ് സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 10 കൊല്ലം മുമ്പ് വരെ ഇത് തുറന്നു കൊടുത്തിരുന്നു. ഇപ്പോൾ ഒന്നും ആർക്കും കാണാൻ സമ്മതിക്കുന്നില്ല. പുറത്ത് നിന്ന് കണ്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. കുറേ ഫിലിമൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബർമ തേക്ക് കൊണ്ടാണ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. കുറേ വാതിലുകളുണ്ട്, ജനവാതിലുകളുണ്ട്. ഈ സമ്പന്ന കുടുംബങ്ങളാണ് ഈ ചെട്ടിയാർ സമുദായം. അപ്പോൾ അവരുടെ വീടുകളും കൊട്ടാരം സദൃശ്യമായിരിക്കും. ഏകദേശം ഈ സ്ട്രീറ്റിൽ 10,000 വീടുകളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കുറേയൊക്കെ അടച്ചിട്ട് ഇരിക്കുന്നു, കുറേയൊക്കെ നന്നായി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. കുറേ വീടുകളിൽ താമസമുണ്ട്. 18ാം നൂറ്റാണ്ടിലാണ് അധികവും ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. എന്തായാലും അത്ഭുതമാണ് ഈ ഓരോ കൊട്ടാരങ്ങൾ കാണുമ്പോഴും. അത് വെച്ചിരിക്കുന്ന രീതിയും അവരതിനെ പരിപാലിക്കുന്ന രീതിയും ക്ഷേത്രം പോലെയാണ് അവർക്ക്. അവർ മുമ്പിൽ താഴികക്കുടം ഉണ്ടായിരിക്കും, ദൈവങ്ങളുടെ ചെറിയ വിഗ്രഹങ്ങളും ഉണ്ടായിരിക്കും. അത്ര മനോഹരമാണ് ഓരോ ചെട്ടിനാട് തെരുവുകളും വീടുകളും. അപ്പോൾ ഒരു വാസ്തുവിദ്യ വിസ്മയമാണ് ഈ ചെട്ടിനാട് കൊട്ടാരം. ഇത്രയൊക്കെ കാണാൻ സാധിക്കൂ. அவங்க വീടാക്കിയത് അവരുടെ വീടാണത്. ഏട്ടനനിയന്മാർക്ക് 2 വീടാണ്. ഇതിൽ ഒന്ന് ഒരാളുടെ അത് ഒരാൾ ഏട്ടനനിയന്മാർക്കുള്ള വീടാണ്. അണ്ണൻ തമ്പിക്കാണ് 2 വീടാക്കിയതുള്ളത്. ഒരു ഗേറ്റ് ഒരു ഗേറ്റ്. വീട് ഒരേ വീട് തന്നെയാണ്, ഒന്നും പ്രവേശനമില്ല. ഇതെന്താ വെച്ചാൽ വീട്ടിൽ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്താൽ അളിയന്മാർ വരും. അളിയന്മാർ വന്നാൽ മുമ്പിൽ വലിയൊരു കുളവുമുണ്ട്, പിന്നെ ക്ഷേത്രവുമുണ്ട്. അതും നന്നായിട്ട് നല്ല രീതിയിൽ അതും വെച്ചിട്ടുണ്ട്. എല്ലാ ക്ഷേത്രങ്ങളും നല്ല സ്ക്വയറായിട്ട് നല്ല വലുപ്പത്തിലുള്ള കുളങ്ങളാണ്. കണ്ടാൽ തന്നെ കൊതി തോന്നും. അത്ര പ്യുവർ വാട്ടറാണ് എല്ലാം. ഈ കൊട്ടാരത്തെക്കുറിച്ച് കൂടുതൽ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.